ഹലോ ഫ്രണ്ട്സ്, ഷഹീറാണ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കാണുന്നത് മങ്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിത്ത് ഇടുന്നൊരു വീഡിയോ ആണ് കാണുന്നത് അല്ലേ. അപ്പോൾ ഇപ്രാവശ്യം മങ്കട ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും കൂടി എല്ലാ വർഷത്തേതും പോലെ തന്നെ വ്യത്യസ്തമായ രൂപത്തിൽ കർഷക ദിനം ആഘോഷിക്കാൻ തീരുമാനിച്ചതിൻ്റെ പേരിൽ അവർ നമ്മളെയും ക്ഷണിച്ചിരുന്നു. നമ്മളെ സ്കൂളിൽ നിന്ന് കുട്ടികളെ കൂട്ടിയിട്ട് നിങ്ങൾ വരുമെന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ വന്നതിൻ്റെ അതിൻ്റെ ഒരു ദൃശ്യങ്ങളാണ് ഈ നമുക്ക് കാണാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് നേരെ കടക്കാം. ദൂരെ വെൺമലയിൽ സൂര്യൻ പൊന്നണിയും നേരം കണ്ടുണരാൻ പോര്. അങ്ങനെ നമ്മളെ സ്കൂൾ വണ്ടി എടുത്ത് നമ്മൾ യാത്ര തുടങ്ങുകയാണ്. പുതാർ ഉസ്താദ് ഉണ്ട്, അതുപോലെ തന്നെ സൽമാൻ ഉസ്താദുണ്ട്, ഗഫൂർ ഉസ്താദുണ്ട്, കരീം ഉസ്താദുണ്ട്, ഉസ്താദ്മാരൊക്കെ ഉണ്ട്. ഉസ്താദ് വീട്ടിലാണ്. കുറച്ച് കഴിയുമ്പോൾ തന്നെ അങ്ങോട്ട് എത്താമെന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂൾ വണ്ടി എടുത്ത് പോവുകയാണ്. നിലവിൽ ഇന്ന് സ്കൂളില്ലാത്ത ഒരു ദിവസമാണ്, സാറ്റർഡേ ആണ്. സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ സ്കൂൾ ലീവാണ്. അപ്പോൾ ഈ കുട്ടികൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിവിടെ റെസിഡൻഷ്യലായി പഠിക്കുന്ന കുട്ടികളാണ്. നമ്മുടെ സ്കൂളിൽ തന്നെ അവർ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വന്ന കുട്ടികളാണ്. പല ജില്ലയിൽ നിന്ന് എറണാകുളം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, മലപ്പുറം, പാലക്കാട്, അതുപോലെ കോഴിക്കോട് ഈ ഭാഗത്തു നിന്നൊക്കെ വന്ന കുട്ടികളാണ്. അതുപോലെ തന്നെ ലക്ഷദ്വീപിൽ നിന്ന് വന്ന ഒരു കുട്ടി നമ്മൾ ഈ ഹോസ്റ്റലിൽ പഠിക്കുന്നുണ്ട്. ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണ്. അവരുടെ സ്കൂളും കാര്യങ്ങളൊക്കെ നമ്മളെ സ്കൂളിലാണ് അവർ പഠിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല കുട്ടികളാണ് നമ്മളെ കുട്ടികൾ. നമ്മളെ സ്ഥാപനത്തിൻ്റെ പേര് എന്ന് പറയുന്നത് മുസിരിസ് ആണ്. അതായത് റെസിഡൻഷ്യൽ സ്കൂളിന് നമ്മൾ കൊടുത്ത പേര് മുസിരിസ് എന്നാണ്. അങ്ങനെ നമ്മളെ സ്കൂൾ നമ്മൾ പാടത്തിൻ്റെ വക്കത്ത് എത്തിയിട്ടുണ്ട്. കുട്ടികളെല്ലാവരും ഇറങ്ങുകയാണ്. അതുപോലെ തന്നെ നമ്മളെ സ്കൂളിൻ്റെ തൊട്ടടുത്ത് വീട്ടിലുള്ള രണ്ട് കുട്ടികളുടെ 9th ഷാജഹാനും 6th അവൻ്റെ അനിയൻ ഷാനവാസും നമ്മുടെ കൂടെ പോന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പാടത്തെത്തി. പാടത്ത് എല്ലാ കുട്ടികളും ഇറങ്ങി. നമ്മളെ അബുദാർ ഉസ്താദ് ഓടുന്നുണ്ട്. ഇതാണ് നമ്മൾ ഗഫൂർ ഉസ്താദ്. ഇത് നമ്മളെ അയൽവാസിയാണ്, നമ്മളെ വീടിൻ്റെ അടുത്താണ്. ഇപ്പോൾ ഫ്രണ്ട് പോയ ആൾ കരീം ഉസ്താദ് വരുന്നുണ്ട്. അങ്ങനെ കുട്ടികളെല്ലാവരും നമ്മൾ പാടത്തെത്തി. പാടത്ത് നമ്മുടെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റ് ഉണ്ടായിരുന്നു. നമ്മൾ വന്ന ഉടനെ അവിടെ കണ്ടിരുന്നു. പിന്നെ അടുത്ത സെക്ഷനിലേക്ക് അവർ പോയി. അങ്ങനെ കാളപൂട്ടാണ് ആദ്യം നമ്മൾ വന്ന ഉടനെ നടക്കുന്നത്. അവിടെ ഉദ്ഘാടനം കഴിഞ്ഞ് നിൽക്കുകയാണ്. കാളപൂട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ ഫ്ലെക്സാണ്. കർഷക ദിനാചരണം ആദ്യം പബ്ലിക് സ്കൂൾ കടന്നമണ്ണ്. കുട്ടികളെല്ലാവരും വരി നിന്ന് ഉസ്താദന്മാരും ഞാനും ഉൾപ്പെടെ എല്ലാവരും അത് പിടിച്ചു നിൽക്കുകയാണ്. എന്തായാലും വളരെയധികം സന്തോഷമായി. കാരണം നമ്മളവർ ക്ഷണിക്കുകയും നമ്മളത് ഏറ്റവും അടിപൊളിയാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മളവിടെ ചെയ്യുകയും ചെയ്ത് നമുക്കൊരു തൊപ്പികൾ തന്നു. പഴയ കാലത്ത് കർഷകർ യൂസ് ചെയ്തിരുന്ന ഒരു തൊപ്പി അവർ തന്നു. മറ്റേ അടക്കട കവുങ്ങിൻ്റെ പാലുണ്ടല്ലോ, പാല കൊണ്ട് യൂസ് ചെയ്യുന്ന ഒരു തൊപ്പിയാണ്. അങ്ങനെ നമ്മൾ ഗഫൂർ ഉസ്താദുമാരെല്ലാവരും ഉണ്ട്. പഞ്ചായത്ത് പ്രസിഡൻ്റ് ഉണ്ട്, പഞ്ചായത്ത് ഭാരവാഹികളുണ്ട്, കൃഷിഭവൻ്റെ ഭാരവാഹികളുണ്ട്. അങ്ങനെ നമ്മളെ മങ്കട പഞ്ചായത്ത് പ്രസിഡന്റ് നെൽവിത്ത് വിതറുകയാണ് അവിടെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ തൊട്ടടുത്ത് നമ്മൾ നിൽക്കുന്നത് നമ്മളെ കൃഷി ഓഫീസറാണ്. അങ്ങനെ പാട്ടുകൾ പാടുന്നുണ്ട്. എന്തായാലും പഴയ തനിമയോടെ നമുക്ക് ഇത് കാണാൻ പറ്റിയിട്ടോ. വളരെ കുട്ടികളെല്ലാവരും ആസ്വദിച്ചു. ചിങ്ങം 1 കർഷക ദിനമായി ആചരിക്കുന്ന ദിവസമാണ്. അപ്പോൾ നമ്മുടെ മങ്കട കൃഷിഭവനും മങ്കട ഗ്രാമപഞ്ചായത്തും നമ്മുടെ സംയുക്തമായി വളരെ ആഘോഷപൂർവ്വം ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന്. നമ്മുടെ പഴയ രൂപത്തിലുള്ള കന്നുപൂട്ടി ഊർന്ന് കൃഷി ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു ഉദ്ഘാടന ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മളെ പുതിയ തലമുറക്ക് അതൊക്കെ മറന്നു പോയതാണ്. ഇപ്പൊ ട്രാക്ടറും സംവിധാനമൊക്കെ ആണല്ലോ. അപ്പോൾ ഈ കന്നിനെ ഉപയോഗിച്ച് പൂട്ടുന്നതും വിത്തിടുന്നതും ഒക്കെ പുതുതലമുറക്ക് കാണാനൊക്കെ ഉള്ള ഒരു അവസരം ഒരുക്കിയിരിക്കുകയാണ് ഈ കർഷക ദിനത്തോടനുബന്ധിച്ച്. കഴിഞ്ഞ കർഷക ദിനത്തിന്റെ അന്നും നമ്മുടെ മാധ്യമ സ്കൂളിലെ അധ്യാപകരും കുട്ടികളും ഒക്കെ പാടത്ത് വരികയും ഇതിൽ പങ്കാളികളാവുകയും ചെയ്തിരുന്നു. ഇപ്രാവശ്യവും അവരെല്ലാവരും എത്തിച്ചേർന്നിരിക്കുകയാണ്. അതിലുള്ള സന്തോഷം രേഖപ്പെടുത്താൻ ഇന്ന് നമ്മുടെ മങ്കട പഞ്ചായത്തിലെ കർഷകരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ചിങ്ങം 1. വളരെ വിപുലമായ രീതിയിലാണ് നമ്മൾ എല്ലാ വർഷവും ഇവിടെ ആചരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ മങ്കട കോവിലകത്ത്, ആയിരനാഴി കോവിലകത്ത്, അതേപോലെ കടന്നമണ്ണ കോവിലകത്തായിരുന്നു. ഈ വർഷം നമ്മൾ മങ്കട കോവിലകത്താണ് നമ്മുടെ പ്രധാന വേദി ഒരുക്കിയിട്ടുള്ളത്. അതിനോട് അനുബന്ധിച്ച് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കർഷകരെ പാടത്തിന് കന്നുകൂട്ടിൽ കൂടെ ഒരുക്കിയിട്ടുള്ളത്. കൊല്ലവർഷം 1200 ആണ്ടാണ് ചിങ്ങം 1 ഇപ്പം നമ്മൾ ആചരിക്കുന്നത്. അപ്പൊ എന്തായാലും മാധ്യമ സ്കൂളിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമ്മുടെ കൂടെ ഈ ചിങ്ങം 1 അവിടുത്തെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒരേപോലെ പങ്കെടുത്തുകൊണ്ട്
ഞങ്ങളുടെ കൂടെ സഹകരിക്കുന്നുണ്ട്. തീർച്ചയായും ഇവിടെ വന്നതിൽ വളരെ സന്തോഷം. ഇനിയും തുടർ വർഷങ്ങളിലും വിദ്യാർത്ഥികളുടെ നിലയ്ക്ക് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പഞ്ചായത്തിലെ കർഷകരിൽ നിന്ന് പഠിക്കാനുണ്ട്. തീർച്ചയായിട്ടും ഇത് കണ്ട് മനസ്സിലാക്കി വരും തലമുറയിൽ കുറച്ചു പേരെങ്കിലും കൃഷി ഒരു മേഖലയെ തിരഞ്ഞെടുക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പൊ നമ്മളൊക്കെ ഇവിടെ ഒത്തുവന്നിട്ടുള്ളത്. എല്ലാവർക്കും വന്നതിൽ വളരെ സന്തോഷം. പഞ്ചായത്തിന്റെ പേരിലും കൃഷിഭവന്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. നമ്മളത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും അടുത്ത സെക്ഷനിലേക്ക് പോകണം. ഇവിടെ കോവിലകത്ത് കുറച്ച് എക്സ്പോ അതിൻ്റെ ഇനാഗുറേഷനൊക്കെ നടക്കുന്നുണ്ട്. നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മൾ കൈ കൊടുത്ത് പോകുന്ന കുട്ടികളെ സാറ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. വരമ്പിൽ ചെറിയ വഴുക്കലുണ്ടായിരുന്നു. അങ്ങനെ കുട്ടികൾ ഓരോരുത്തരായിട്ട് നമ്മൾ പ്രസിഡൻറ്റിൻ്റെ കൈയും പിടിച്ച് കുട്ടികൾ കയറുകയാണ്. അതിൻ്റെ ഇടയിൽ സാറ് സംസാരിക്കുന്നുണ്ട്, കുട്ടികളോട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ നമ്മൾ അടുത്തുള്ള ഒരു സ്കൂളിൽ നിന്ന് കുറച്ച് കുട്ടികളും അതുപോലെ അവരുടെ ടീച്ചേഴ്സും ഒക്കെ എത്തിയിട്ടുണ്ട്. നമ്മൾ പോയിട്ട് ഇങ്ങോട്ട് ഇറങ്ങാനുള്ളൊരു പ്ലാനാണ്. അങ്ങനെ നമ്മൾ ഇപ്പോൾ നേരെ പോകുന്നത് നമ്മൾ വണ്ടിയിലേക്കല്ല, നമ്മൾ ആദ്യം കാല് കഴുകാൻ വേണ്ടി പോവുകയാണ്. ഇതിൻ്റെ ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പഴയ തോട്ടിലൊക്കെ ഇപ്പോൾ നമുക്കറിയാം മഴവെള്ളം വന്ന് തോടുകളിലൊക്കെ വെള്ളമായിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മളെ കുട്ടികളും ഉസ്താദുമാരും എല്ലാവരും കാല് കഴുകുകയാണ്. സെമ്മിലൊക്കെ കാല് വൃത്തിയായിട്ട് വരച്ച് കഴുകുന്നുണ്ട്. സ്കൂളിൽ നിന്ന് പോലും അങ്ങനെ കഴുകിയിട്ടില്ല എന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ. നമ്മൾ ബസ്സിലേക്ക് കയറി നമ്മളൊപ്പമുള്ളത്. നമുക്ക് പ്രിയങ്കരായി കർക്കിടകത്തിന്റെ ദുരിതങ്ങൾ കർഷകമായി ആചരിക്കുകയാണ്. പാടങ്ങളിൽ എല്ലുമുറിയ പണിയെടുത്ത് മറ്റുള്ളവരുടെ വിശപ്പകറ്റുന്നവരാണ് കർഷകർ. നമ്മെ അന്നമൂട്ടുന്ന കർഷകരെ, കർഷക സഹോദരങ്ങളെ ആദരിക്കുന്ന മഹനീയമായ ചടങ്ങിനാണ് ഈ വേദി സാക്ഷ്യം വഹിക്കുന്നത്. പ്രാർത്ഥനയോടുകൂടി നാം തുടങ്ങുകയാണ്. പ്രിയങ്കരായ രണ്ട് തമ്പ്രാക്കന്മാരുടെ സാന്നിധ്യത്തിൽ ഈ മഹനീയമായ പ്രൗഢമായ ചടങ്ങിന് ഈ വേദി സാക്ഷ്യം വഹിക്കുന്നു.
കൊടുക്കേ കൊടുക്കണോ